الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس أوصيكم وإياي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. بسم الله الرحمن الرحيم. أم لم ينبأ بما في صحف موسى وإبراهيم الذي وفى ألا تزر وازرة وزر أخرى وأن ليس للإنسان إلا ما سعى. ബഹുമാന്യ മുഅ്മിനുകളെ മുഅ്മിനാത്തുകളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് പ്രത്യേകം വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ഹജ്ജുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ മനസ്സിലാക്കിയത്. നമ്മളുടെ കൂട്ടത്തിൽ ഹജ്ജിന് പോകാനിരിക്കുന്നവരുണ്ട്, ഹജ്ജും ഉംറയും ഒക്കെ ചെയ്തു കഴിഞ്ഞവരുണ്ട്, ഉടനെ പോകാൻ കഴിയണമെന്ന് ആശിച്ചുകൊണ്ട് അതിനുവേണ്ടി പരിശ്രമിക്കുന്നവരുണ്ട്. ഇതൊക്കെ തന്നെയും ഒരു മുഅ്മിനുകളായ ആളുകളുടെ സമൂഹത്തിൽ ഉണ്ടാകേണ്ട കാര്യങ്ങളിൽപ്പെട്ടതാണ്. അതിനാൽ അതുമായി ബന്ധപ്പെട്ട സാന്ദർഭികമായ വിഷയം എന്ന നിലയിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം, അദ്ദേഹത്തെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് പ്രാവശ്യം ആവർത്തിക്കപ്പെട്ട നിലയിൽ ഖുർആനിലൂടെ നമ്മെ ധൈര്യപ്പെടുത്തുന്ന കുറേ വശങ്ങളുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹ് പറയുകയാണ്, അം ലം യുനബ്ബ ബിമാ ഫീ സുഹുഫി മൂസാ. മൂസാ നബിയുടെ ഏടുകളിലുള്ള കാര്യം അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടില്ലേ? വ ഇബ്രാഹീം അല്ലദീ വഫാ, കാര്യങ്ങളൊക്കെ പൂർണ്ണമാക്കി നിറവേറ്റിയ ഇബ്രാഹിം നബിയുടെ ചരിത്രവും. എന്നിട്ട് അതിൻ്റെ ശേഷം മനുഷ്യൻ അവൻ പ്രയത്നിച്ചത് മാത്രമാണ് അവന് പരലോകത്തുണ്ടാവുക എന്നും ആ അമലുകൾക്കനുസരിച്ച് അവൻ രക്ഷാശിക്ഷകൾ അനുഭവിക്കേണ്ടി വരുമെന്നുമുള്ള കാര്യമാണ് സൂറത്തുൻ നജ്മിലെ ബാക്കി ആയത്തിലൂടെ അല്ലാഹ് പറയുന്നത്. വഇദ് ഇബ്തലാ ഇബ്രാഹീമ റബ്ബുഹു ബികലിമാത്തിൻ ഫഅതമ്മഹുന്ന, നമുക്ക് പരിചയമുള്ള ആയത്ത് തന്നെ. എന്തൊക്കെയോ തരത്തിലുള്ള പ്രയാസങ്ങൾ പരീക്ഷണമായി കൊണ്ട് എന്ന നിലയിൽ അദ്ദേഹത്തെ അല്ലാഹു പരീക്ഷിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരുപാട് വശങ്ങൾ
ഓരോന്നോരോന്നായി ഖുർആൻ എടുത്തു പറയുന്നുണ്ട്. അങ്ങനെ ഇബ്രാഹിം നബിയെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ ഇന്ന ഇബ്രാഹിമ കാന ഉമ്മത്തൻ ഖാനിതൻ ലില്ലാഹ്, കേട്ട വചനം തന്നെ. ഒരു സമുദായമായിരുന്നു ഇബ്രാഹിം നബി. ഒരു സമുദായം എന്ന് പറയുമ്പോൾ വ്യക്തി ജീവിതം, കുടുംബജീവിതം, സമൂഹത്തിലുള്ള ജീവിതം, ദഅവത്ത് രംഗങ്ങൾ, തൗഹീദിലുള്ള അദ്ദേഹത്തിൻ്റെ അടിയുറച്ച നിലപാട്, സകല പ്രതിസന്ധികളെയും നേരിടാനുള്ള ഈമാനികമായ കഴിവ്, ദാരിദ്ര്യത്തിൻ്റെ പട്ടിണിയുടെ കൊടും പ്രയാസങ്ങൾ അനുഭവിച്ചപ്പോൾ പോലും പിടിച്ചു നിന്ന മനസ്സ്, അങ്ങനെ ശത്രുക്കളുടെ എല്ലാ തരത്തിലുള്ള ഉപദ്രവങ്ങളെയും മാനസികമായി നേരിട്ട കഴിവ്, അതൊക്കെ ഒരു ഭയങ്കര സംഭവം തന്നെയാണ്. കാരണം അന്നത്തെ ഭരണാധികാരി അതിക്രൂരനായിരുന്നു എന്ന് നമുക്കറിയാം. എന്നിട്ട് പോലും ആ തീക്കുണ്ടാരത്തിൽ എറിയപ്പെട്ടാലും എൻ്റെ ഈ ദൗത്യത്തിൽ നിന്ന് ഞാൻ പിന്മാറുകയില്ലെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചു. എന്നിട്ട് സൂറത്തുൽ തഗാബുനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ബദാ ബൈനനാ വ ബൈനകുമുൽ അദാവത്തു വൽ ബഗ്ളാഉ അബദൻ ഹത്താ തുഅ്മിനൂ ബില്ലാഹി വഹ്ദഹു. നാട്ടുകാരോട് അദ്ദേഹം പറയാണ്, നിങ്ങളുടെയും നമ്മളുടെയും ഇടയിൽ ശത്രുത നിലനിൽക്കും, യാതൊരു സംശയവുമില്ല. അതാണ് ഇന്ന് ലോകത്തിന്റെ എല്ലാ കോണുകളിൽ നിന്നും മുസ്ലിങ്ങൾക്ക് നേരെ എയ്തുകൊണ്ടിരിക്കുന്ന അമ്പ്. അതിന് ദുനിയാവിലുള്ള സകല മീഡിയകളും ഉപയോഗപ്പെടുത്തി മുസ്ലിങ്ങളെയും ഇസ്ലാമിനെയും ഖുർആനിനെയും നബിയെയും ഒക്കെ പുച്ഛമാക്കി അവതരിപ്പിച്ചുകൊണ്ടും വർഗീയ ഭ്രാന്തന്മാരാണ് മുസ്ലിങ്ങൾ എന്ന് ചിത്രീകരിക്കുന്ന നമ്മളുടെ നാട്ടിലെ കുറെ ആളുകളും ഒക്കെ നമുക്ക് പരിചയമുണ്ടല്ലോ. അതാണ് അള്ളാഹ് പരിചയപ്പെടുത്തിയതും, ലതജിദന്ന അശദ്ദന്നാസി അദാബത്തൻ ലില്ലദീന ആമനു അൽ യഹൂദ വല്ലദീന അശ്റകൂ. ഏറ്റവും കടുപ്പം മുസ്ലിങ്ങളോട് ശത്രുതയുടെ കാര്യത്തിൽ യഹൂദികളാണ്. വിശദീകരിക്കുന്നില്ല. രണ്ടാമത്തത്, ഇസ്ലാമിന്റെ ബദ്ധവൈരികളായി, ആദർശപരമായ ബദ്ധവൈരികളായി നിലകൊള്ളുന്ന, അള്ളാഹുവിന്റെ കൽപ്പനകൾ എന്ന നിലക്കുള്ള കാര്യങ്ങളൊന്നും അംഗീകരിക്കാത്ത, ശിർക്കിന്റെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന മുശ്രിക്കുകളായ ആളുകളെ സംബന്ധിച്ചു അല്ലാഹ് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ നാട്ടിലും അങ്ങനെ തന്നെയാണല്ലോ. എങ്ങനെയുണ്ട് ഒരു വിഷയം സംഘർഷമാക്കാൻ? അതാണല്ലോ കഠിനാധ്വാനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് കുറെ ആളുകളും. എന്നാൽ ഇബ്രാഹിം നബിയെ സംബന്ധിച്ചിടത്തോളം ഈ ശത്രുതയൊക്കെ നിലനിന്നിട്ടും അദ്ദേഹത്തിന്റെ ദഅവത്തുമായി മുന്നോട്ട് നീങ്ങി എല്ലാ തരത്തിലുള്ള എതിർപ്പുകളെയും സഹിച്ചുകൊണ്ട്, നമ്മൾക്കും കൃത്യമായും അതിൽ മാതൃകയുണ്ട്. അതുകൊണ്ടാണ് വഫ, അള്ളാന്റെ കൽപ്പന നിറവേറ്റിയ പ്രവാചകൻ എന്ന് ഖുർആൻ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്. നമ്മളൊക്കെ ചിലപ്പോൾ കുറച്ച് നമ്മൾ സ്വീകരിക്കൂ, കുറച്ച് സ്വീകരിക്കൂല. അങ്ങനെയല്ല ഇബ്രാഹിം നബി. ഇത് ഖാല ലഹു അസ്ലിം, പരിചയമുണ്ടല്ലോ. മുസ്ലിമാ പറഞ്ഞ കീഴ്പ്പെടാൻ പറഞ്ഞു. എല്ലാ നിലക്കും കീഴ്പ്പെട്ടു, ഒന്നും ബാക്കിയില്ല. നമുക്ക് യഹൂദികളുടെ സ്വഭാവം നമ്മളുടെ കൂട്ടത്തിൽ പലർക്കുള്ളത്. എന്താ? അതുമിനൂന ബിബഅദിൽ കിതാബി വതക്ഫുറൂന ബിബഅദ്. ചില കാര്യങ്ങൾ അംഗീകരിക്കും, ചിലത് നിഷേധിക്കുകയും ചെയ്യും. അങ്ങനെയല്ല ഇബ്രാഹിം നബി. ഇബ്രാഹിം നബി എന്താണോ പടച്ചോന്റെ കൽപ്പന, അത് മുന്നും പിന്നും നോക്കാതെ, നാട്ടുകാരുടെ എതിർപ്പ് നോക്കാതെ, അങ്ങനെ നമുക്ക് ചില കാര്യങ്ങൾ എങ്ങനെയാ പോലെ മുമ്പിലൊക്കെ ആ കല്യാണത്തിൽ ഉഷാറാക്കി നടക്കാഞ്ഞാൽ, അല്ലെങ്കിൽ അവിടെ ആ കാര്യത്തിന് കൂട്ടു നിൽക്കാതിരുന്നാൽ, മനസ്സിലാകുന്നുണ്ടോ? ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരെന്നെ പരിഹസിക്കൂല, ആൾക്കാരെന്നെ മോശക്കാരായി ചിത്രീകരിക്കൂല. ഞാൻ പിന്നെ നാട്ടിലെ ഒരു സ്ഥാനമുള്ള ആളല്ലേ, അതുകൊണ്ട് ഓനെ ക്ഷണിക്കാഞ്ഞാൽ, രാഷ്ട്രീയക്കാരെ ക്ഷണിക്കാഞ്ഞാൽ അതെങ്ങനെയാവൂലേ, ഇങ്ങനെയാവൂലേ, എങ്ങനെയാ ഞാൻ ദഅവത്തിന്റെ രംഗത്ത് ഇറങ്ങുക, ഞാൻ ആരാ? മനസ്സിലാകുന്നുണ്ടോ? ഈ ഒരു ഹുങ്കിന്റെയും തണ്ടിന്റെയും നാട്ടുകാരുടെ
പലതരത്തിലുള്ള എതിർപ്പുകളുടെയും കാരണങ്ങളാലൊക്കെ പകുതിയും കുറച്ചുമായി സ്വീകരിക്കുന്ന നിലപാടാണെങ്കിൽ ഇബ്രാഹിം നബി അങ്ങനെയല്ല. അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, തീർത്ത് കീഴ്പ്പെട്ടു എന്ന അതിന്റെ വശമായി ഇബ്രാഹിം നബി അള്ളാഹ് തെരഞ്ഞെടുത്തു. ഇബ്രാഹിം ഖലീല തെരഞ്ഞെടുത്തു കുറേ കാര്യങ്ങൾ. എന്നിട്ട് പറഞ്ഞു ഹജ്ജിന് വിളംബരം നടത്തി. നമുക്കറിയാം അങ്ങനെ അതിന് നമ്മളുടെയൊക്കെ മനസ്സിൽ ഏതെങ്കിലും ആളുകളുടെയൊക്കെ ചില പ്രേരണകളോ അല്ലെങ്കിൽ ജന്മനാ തന്നെ അവിടെ ഒന്ന് എത്തണമെന്ന ഉൾവിളിയോ ഒക്കെ തന്നെ നമ്മളെ അതിലേക്ക് ആകർഷിച്ചു കൊണ്ടിരിക്കുന്നു. ഒരു സാധാരണക്കാരനായ മനുഷ്യനെ പോലും ഇബ്രാഹിം നബി സ്വാധീനിച്ചിട്ടില്ലേ? വഫദൈനാഹു ബിദ്ബ്ഹിൻ അദീം വതറക്നാ അലൈഹി ഫിൽ ആഖിരീൻ സലാമുൻ അലാ ഇബ്രാഹിം. ല്ലേ? ഉൽഹിയത്തിന്റെ കാര്യത്തിലെ ഒരു സാധാരണക്കാരൻ വിചാരിച്ചാൽ ഒരു കുറഞ്ഞ സംഖ്യ ഓരോ മാസവും ഇങ്ങനെ എടുത്തു വെച്ചാൽ അയാൾക്കൊരു ഉൽഹിയത്തിൽ കൂടാ. ആൾക്കാരുടെ ധാരണ എന്താ? അതിനും പൈസ വേറെ വരണമെന്നാ. അങ്ങനെയൊന്നുമില്ല, ആർക്കും കൂടാ. സ്ത്രീകൾക്കും അതിൽ സംബന്ധിക്കാം. അവരവരുടെ കൈകൊണ്ട് ഉൽഹിയത്ത് അറുത്തിട്ടുണ്ട് സ്ത്രീകള്. നമ്മള് സാധാരണക്കാരായ ആൾക്കാർക്ക് അതിൽ പങ്കാളിയാകണം. അങ്ങനെ പിൽക്കാലക്കാരിലേക്ക് ഇബ്രാഹിം നബിയുടെ സാധാരണക്കാരന്റെ ജീവിതത്തിലേക്ക് എല്ലാ ത്യാഗ സംബന്ധമായ കാര്യങ്ങൾ വരെ എത്തിപ്പെട്ടിട്ടുണ്ട്. എന്തിനാറവ്? മാംസം കഴിക്കുക എന്നുള്ളത് ആ മെയിൻ ലക്ഷ്യം. അത് പുണ്യമുള്ള കാര്യം തന്നെയാണ്. പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ഹിയത്തിന്റെ ഭക്ഷണമായിരുന്നു ആദ്യം കഴിച്ചിരുന്നത്. അതൊക്കെ പുണ്യമുണ്ട്. എന്നാൽ അത് മാത്രമാണോ? അല്ല. ജീവനു തുല്യം സ്നേഹിക്കുന്ന സ്വന്തം മകനെ പോലെ വളർത്തിയെടുത്ത ഒരു ഉരുവിനെ അറുക്കാൻ ഞാൻ സന്നദ്ധനാണ് അള്ളാന്റെ കൽപ്പനക്കനുസരിച്ച്. 2, ഏത് ശത്രുവിനെയും നേരിടാൻ രക്തം കാണുമ്പോൾ പേടിച്ച് പിന്നോട്ടോടുന്നവനല്ല ഞാൻ എന്ന ആത്മീയ ഫലത്തിന്റെ ഈമാനിന്റെ ശക്തി നേടിയെടുക്കുകയും ചെയ്യാം. ഇബ്രാഹിം നബി പിൽക്കാലക്കാരിലേക്ക് മാതൃക എന്ന് പറഞ്ഞു. മനസ്സിലായോ? എന്താണ് ആ വശം നിങ്ങൾ വിചാരിക്കുന്നത്? കേവലം ഒരു അറിവ് മാത്രമൊന്നുമല്ല. ഇസ്ലാം അതിലൂടെ ഒരുപാട് ലക്ഷ്യങ്ങൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ നിലക്കുള്ള മാതൃക അത് ഇന്നും നിലനിന്ന് വരുന്നു. സാധാരണക്കാർക്ക് വരെ ആ ത്യാഗ മനസ്ഥിതി, യുദ്ധത്തില് തന്നെ എല്ലാ നിലക്കും അള്ളാഹിന്റെ മാർഗത്തിൽ അർപ്പിക്കാൻ സന്നദ്ധമാണ് എന്ന ആത്മീയ തലത്തിലേക്ക് മനുഷ്യനെ ഉയർത്താൻ അവനെ ആ കർമ്മങ്ങളിലൂടെ അള്ളാഹു പര്യാപ്തമാക്കും. കഴിവുള്ളവരാണ് ഹജ്ജിന് പോകേണ്ടത്. അവർക്ക് മാത്രമേ ഹജ്ജുള്ളൂ. വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്തി മൻ ഇസ്തതാഅ ഇലൈഹി സബീലാ. കഴിയണം. ആരോഗ്യം, സമ്പത്ത്, യാത്ര, അവിടെയുള്ള നിയമപരമായ കാര്യങ്ങൾ, ഇവിടെയുള്ള നിയമപരമായ കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ ഹജ്ജ് നിർബന്ധമുള്ളൂ. ആ വിളിക്ക് ഉത്തരം നൽകുന്നത് കോടീശ്വരന്മാരാണോ? അല്ല. ആ കഅബാലയത്തിന്റെ ഓരങ്ങളിൽ താമസിക്കുന്ന ആളുകൾ, അവർ ഒട്ടകപ്പുറത്ത്, മെലിഞ്ഞ ഒട്ടകപ്പുറത്ത് വരും, കാൽനടക്കാരായിട്ട് വരും. വിദൂര ദിക്കുകളിൽ നിന്ന് നമ്മളെപ്പോലെ 6000 കിലോമീറ്ററുകൾ താണ്ടി നമ്മൾ പോകുന്നുവെങ്കിൽ അതിനേക്കാൾ ദൂരെയുള്ള ഭാഗത്തു നിന്നും ആളുകൾ എത്തിക്കൊണ്ടിരിക്കും. ഈ ആളുകളിൽപ്പെട്ട പലരും അവിടത്തെ അന്ന് ലഭിക്കുന്ന ഭക്ഷണം ഉപയോഗിച്ച് ഹജ്ജ് പൂർത്തിയാക്കും. അവിടെ ടെന്റുകളിലോ അവിടെ സൗകര്യപ്പെടുത്തപ്പെട്ട സ്ഥലങ്ങളിലോ താൽക്കാലികമായി ഹജ്ജ് നിർവഹിക്കാൻ വന്നുകൂടുകയും അങ്ങനെ ദരിദ്രത്തിൽപ്പെട്ടവരായ ആളുകൾ പോലും ആ ഹജ്ജ് നിർവഹിക്കുകയും ചെയ്യും. ദൂരെ പോകുന്ന ആളുകൾക്ക് നേരത്തെ സൂചിപ്പിച്ച പ്രകാരം അതിനുള്ള സാധ്യതകൾ ഒത്താൽ അതാണ് അവർക്ക് നിർബന്ധം. എന്നിട്ട് പറഞ്ഞു, ഇതൊന്നും അല്ല പ്രശ്നം. നിങ്ങൾ ഹജ്ജിന്റെ
എന്താണ് ഹജ്ജ്? ഹജ്ജ് ഇബാദത്താണ്. ആ ഇബാദത്ത് നഷ്ടപ്പെട്ടു പോകരുത്. അതിന്റെ അടിസ്ഥാനം എന്താ? തഖ്വയാണ്. അവിടെ പോയി ഭാര്യയും ഭർത്താവും തമ്മിൽ കച്ചറ ഉണ്ടാകാനല്ല. മനസ്സിലായോ? ഹജ്ജിന് പോയി കഴിഞ്ഞാൽ അവിടെ ചില പ്രശ്നങ്ങൾ, കശപിശകൾ അവിടെ നിന്നൊക്കെ ഉണ്ടാവും. ഇന്ന സാധനം മറ്റേ ആളെടുത്ത് ചെരുപ്പ് കാണുന്നില്ല, അത് എന്നോട് പറഞ്ഞില്ല എന്ന് ഭാര്യയും ഭർത്താവും തമ്മിലോ അല്ലെങ്കിൽ തൊട്ടടുത്ത റൂമുകാർ തമ്മിലോ ഒക്കെ തന്നെ പ്രശ്നങ്ങളും ബഹളങ്ങളും ഇല്ല. അവിടെയൊക്കെ അള്ളാഹിനെ സൂക്ഷി. അതില്ലാത്ത ആളുകൾക്ക് ഹജ്ജ് ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഉള്ള ഈ ഹജ്ജിന് പോകാൻ കഴിവുള്ള ആളുകൾ ചിലരും ഖുതുബ കേൾക്കുക, ആണുങ്ങളും പെണ്ണുങ്ങളും കേൾക്കുക, ചിലരൊക്കെ നീട്ടിവെക്കുന്നു. എന്താ കാരണം? നീട്ടിവെക്കുന്ന കാരണം വീട്ടിന്റെ മുൻവശത്ത് ഇന്റർലോക്ക് ഇട്ടിട്ടില്ല, ടൈൽസിന്റെ പണി പൂർത്തിയായിട്ടില്ല, വീട്ടിലുള്ള വാഹനം ഉണ്ടല്ലോ, ആ വാഹനത്തിന് കുറെ ചെലവുകളുണ്ട്, അതൊന്ന് പുതുക്കി റെഡിയാക്കണം. 2 വയസ്സുള്ള മോളെ കെട്ടിച്ചിട്ടില്ല. ആരാ ഇതൊക്കെ കാരണമായി നമ്മളെ പഠിപ്പിച്ചു തന്നത്? ഇതൊക്കെ നിർബന്ധമായ കാര്യങ്ങളാണോ? ഇതൊക്കെ ഇതിൽ നിന്നൊക്കെ കാശ് മാറ്റിവെച്ചാൽ ഇതൊക്കെ ഒരു അത്യാവശ്യ വിഷയങ്ങളിൽ പെട്ടത് അനുവദിച്ചിട്ടുണ്ട് എന്നതൊഴിച്ചാൽ നോക്കൂ, നിങ്ങൾ ഹദീസിൽ കാണാം, അൽ ഹജ്ജു വാജിബുൻ അലൽ ഫൗർ, ഉടനെ തന്നെ ഹജ്ജ് നിർബന്ധമായാൽ അത് ചെയ്യണം. വമൻ തഅഖറ, ആരെങ്കിലും ബന്ധിപ്പിച്ചാൽ ഫലാ ഉദ്റ, പ്രത്യേകിച്ച് ശർഈയായ കാരണങ്ങളൊന്നുമില്ല, ആ നിലക്കൊരാൾ പിന്തിപ്പിക്കുന്നുവെങ്കിൽ ഫഇന്നഹു ആസിമുൻ, അവൻ കുറ്റക്കാരനാണ്. കാരണം ഇതൊക്കെ ഒരു കാരണമല്ല, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതൊന്നും. അതില്ലെങ്കിൽ ജീവിച്ചൂടെ? അപ്പോ എല്ലാ കാര്യങ്ങളും 100-ൽ 100 റെഡിയായി, 2-4 നിലയുള്ള വീട്, അല്ലെങ്കിൽ 1.25 കോടിന്റെ വണ്ടി, പിന്നെ വീട്ടിലെ എല്ലാ കാര്യം കഴിഞ്ഞ് 65-70 വയസ്സാവുമോ എന്നതല്ല ഇസ്ലാം പഠിപ്പിച്ചിരുന്നത്. എപ്പോഴാണോ ഈ ഒരു സാഹചര്യവും സൗകര്യവും സാമ്പത്തികമായ കഴിവും ഒരാൾ കൊടുക്കുന്നത്, അയാൾ ഉടനെ പോയിക്കൊള്ളണം. മൻ അതാഖൽ ഹജ്ജ, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഫലം യഹുജ്ജ, ഒരു മനുഷ്യന് ഹജ്ജിനുള്ള സാധ്യതകളൊക്കെ ഒത്തു, കഴിവുണ്ട്, ആരോഗ്യമുണ്ടൊക്കെ റെഡിയായി, നീട്ടിവെച്ചു, എന്നിട്ടോ സവാഉൻ അലൈഹി മാതഉ നസ്രാനിയ, ഇന്നുവന്റെ മരണം എങ്ങനെയാ? ക്രിസ്ത്യാനിയായിട്ടോ ജൂതനായിട്ടോ ഇസ്ലാം സ്വീകരിക്കാത്തവനായിട്ടോ ഇസ്ലാമിന്റെ കാര്യങ്ങൾ ഉൾക്കൊള്ളാത്ത കാഫറായിട്ടോ ആയിരിക്കും അയാൾ മരിക്കുന്നുണ്ടാവുക. ചിന്തിച്ചു നോക്ക് അല്ലേ? ഇന്ന് എത്ര സ്ത്രീകൾക്ക് ഒരുപാട് പവൻ വീട്ടിലുള്ളവരുണ്ട്. ഒരു 5 പവൻ കൊടുത്താൽ 6 പവൻ കൊടുത്താൽ സുഖസുന്ദരമായി ഹജ്ജിന് പോകാം. ഒരുങ്ങിക്കോ, ഇപ്പൊ തന്നെ ആലോചിച്ചോ, സൂക്ഷിച്ചു വെച്ചോ, ശ്രദ്ധിച്ചോ. ഇപ്പൊ വിലയുള്ള സമയത്ത് വിറ്റ് കാശൊരു മനുഷ്യൻ ഇതിനോട് താല്പര്യം വേണം, എന്നാലേ പോകൂ. നമ്മളെ കൂട്ടത്തിൽ പോയ ആൾക്കാരുണ്ട്, ഞാൻ സൂചിപ്പിച്ചു. ഇനിയും പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ട് എന്ന് സൂചിപ്പിച്ചു. ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യോട് പറഞ്ഞ, പ്രവാചകരെ, എല്ലാ നിലക്കും ഈ ആണുങ്ങൾ ഒരുപാട് കൂലിയും കൊണ്ട് പോകുന്നു നബിയെ, യുദ്ധം വരെ അവർക്കാണല്ലോ നിർബന്ധം, ഞങ്ങൾക്ക് അതിനൊന്നും സാധിക്കുന്നില്ലല്ലോ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞ എന്താ? യാ ആയിഷ ജിഹാദുകുമൽ ഹജ്ജ്, നിങ്ങളെ ജിഹാദ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഹജ്ജാണ് എന്ന്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ രൂപത്തിൽ അവരും ശ്രദ്ധിച്ചാൽ അവർക്ക് സാധിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. വളരെയേറെ മഹത്വമാണ് ഹജ്ജിനുള്ളത് എന്നത് നമ്മൾ മനസ്സിലാക്കുക. കാരണം ജീവിച്ച് മരിച്ചു പോകുന്നത് എന്തിനാണ്? സ്വർഗം നേടാൻ. ആ സ്വർഗം നേടുക എന്ന വശം ഹജ്ജ് കൊണ്ട് കിട്ടും. അതുകൊണ്ട് നമ്മളെ ആ ദുനിയാവിലെ കുറെ ബാങ്ക് ബാലൻസ് ഉണ്ടായി എന്നതുകൊണ്ട് സ്വർഗം കിട്ടൂല. ഈ കാര്യം നേടിയെടുക്കാൻ അത്രയും എളുപ്പമാണ് നമ്മളുടെ ജീവിതത്തിന്റെ ലക്ഷ്യം. നിങ്ങൾ നോക്ക്, അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു ബദറിൽ പങ്കെടുത്ത സഹാബിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സഹാബത്തിനും എതിരായി ശത്രുപക്ഷത്ത് വർക്ക് ചെയ്യുകയും ഒരുപാട് ആളുകൾ കൊല്ലപ്പെടാൻ കാരണമാവുകയും ഒക്കെ ചെയ്ത ആ യുദ്ധത്തിന് നേതൃത്വം വഹിച്ച ആള്. മനസ്സിലായോ? അന്നത്തെ സാഹചര്യത്തിൽ വളരെ കുറഞ്ഞ ആളുകളാ വധിക്കപ്പെട്ടതെങ്കിലും എണ്ണം പരിശോധിച്ചു നോക്കിയാൽ മുസ്ലിങ്ങൾക്ക് വമ്പിച്ച നഷ്ടം തന്നെയാണ്. അത്രയും ആളുകളെ ഉണ്ടായിട്ടുള്ളൂ. എന്നാൽ അദ്ദേഹം മുസ്ലിമായി പിൽക്കാലത്ത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അതിന്റെ അവസാന കാലഘട്ടത്തിൽ ഇദ്ദേഹത്തിന്റെ വഫാത്തുമായി ബന്ധപ്പെട്ട ഒരു സംഭവം കാണാം.
നബി അദ്ദേഹത്തിന് പ്രായാധിക്യമായപ്പോൾ അദ്ദേഹം രോഗശയ്യയിലായിരിക്കെ സന്ദർശിക്കുന്നു. നബി അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് ആശങ്ക? വല്ലാതെ ഒരു ഭാഗത്തേക്ക്, ചുമരിന്റെ ഭാഗത്തേക്ക് മുഖം തിരിച്ച് അദ്ദേഹം കണ്ണീർ കണങ്ങൾ എത്തി കരയുന്നു. മകൻ ചോദിച്ചു, വാപ്പ, നിങ്ങൾക്ക് ആ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ചിട്ടില്ലേ? നിങ്ങൾ എന്തിനാണ് വാപ്പ ഇങ്ങനെ സങ്കടപ്പെടുന്നത് എന്ന്. അപ്പൊ അദ്ദേഹം പറഞ്ഞെന്താണെന്നറിയോ? ഞാൻ ഏറെ ഭയപ്പെടുന്നു, എന്റെ ഇസ്ലാം മത സ്വീകരണം എന്ന വശം അള്ളാഹു എനിക്ക് നൽകിയിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ എന്താകുമായിരുന്നു എന്ന വശമോർത്ത് എനിക്ക് സങ്കടപ്പെട്ട് വരികയാണ്. എന്നിട്ട് നബി അദ്ദേഹത്തോട് പറഞ്ഞ ചില വാചകങ്ങൾ, അമാ അലിംത യാ അംർ, അമ്രെ, നിനക്ക് ഓർമ്മയില്ലേ? അന്നൽ ഇസ്ലാമ യഹ്ദുമു മാ കാന ഖബ്ലഹു, മുസ്ലിമായി കഴിഞ്ഞാൽ മുമ്പ് ചെയ്ത കുറ്റങ്ങളെല്ലാം പൊറുക്കപ്പെടും. വ അന്നൽ ഹിജ്റത തഹ്ദുമു മാ കാന ഖബ്ലഹ, ഹിജ്റ അതിന്റെ മുമ്പുള്ള പാപങ്ങളൊക്കെ പൊറുക്കപ്പെടും. വ അന്നൽ ഹജ്ജ യഹ്ദിമു മാ കാന ഖബ്ലഹു. ഇവിടെയാണ് നമ്മളെ വിഷയം വരുന്നത്. ഒരു മനുഷ്യൻ അയാൾ ഹജ്ജ് ചെയ്യുന്നതോടെ അയാളുടെ മുമ്പ് ജീവിതത്തിൽ ഹജ്ജിന്റെ മുമ്പ് കഴിഞ്ഞു പോയ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടും. അതുകൊണ്ടാണ് അൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന, സ്വർഗമല്ലാത്ത പ്രതിഫലമില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. സഹോദരങ്ങളെ, അത് നഷ്ടപ്പെടരുതെന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ അതിനു വേണ്ടി ഒരുങ്ങണം. ആകാശത്തിന്റെ സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്നു. എല്ലാ വ്യാഴാഴ്ചയും അതുപോലെ തന്നെ തിങ്കളാഴ്ചയും. എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഓരോ മുസ്ലിമിനും പാപങ്ങൾ ആ ദിവസങ്ങളിൽ പൊറുക്കപ്പെടുന്നു. ഇല്ലാ റജുലൻ, ഒരാൾ ഒഴികെ. ഇല്ലാ റജുലൻ, അയാൾക്ക് പാപം പൊറുക്കൂല. പരിചയമുള്ള ഹദീസാണത്. എന്താണത്? ബൈനഹു വ ബൈന അഖീഹി ശഹനാഉ വ ഹിഖദ്, അയാളുടെയും അയാളുടെ കൂടെയുള്ള മറ്റൊരാളുടെയും സഹോദരന്റെയും ഇടയിൽ വിദ്വേഷമുണ്ട്, വെറുപ്പുണ്ട്. അത് പൊറുപ്പിച്ചിട്ടില്ല എങ്കിൽ ഒരിക്കലും അയാളുടെ അമലുകൾക്ക് കൂലി കിട്ടൂല, പൊറുക്കപ്പെടുന്ന പ്രശ്നമേ ഇല്ല. ഹജ്ജിന് പോകുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഏട്ടനായിട്ട് തെറ്റിലാണ്, വാപ്പയായിട്ട് തെറ്റിലാണ്, പെങ്ങളടുത്ത് പോയിട്ടേ ഇല്ല, കുടുംബത്തിലും പരിചയത്തിലുള്ള പലരുമായിട്ട് കലഹത്തിൽ പിണങ്ങി നിൽക്കുന്നുണ്ട്, കൂട്ടുകാർ പലരുമായിട്ട് ഇവനോട് ബന്ധമല്ല, ഇവൻ ലക്ഷങ്ങൾ മുടക്കി ഹജ്ജിന് പോവുകയാണെങ്കിൽ ഒരു കാര്യമില്ല. അതുകൊണ്ട് തന്നെ ആദ്യമായി ചെയ്യേണ്ട പ്രധാനപ്പെട്ട വിഷയങ്ങളിൽപ്പെട്ട ഒന്നാണ് പോവുകയും പൊരുത്തപ്പെടുകയും ചെയ്യുക. അതേപോലെ തന്നെ അത് വിശദീകരിക്കുന്നില്ല, കാരണം ആ വശം വളരെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. രണ്ടാമതായി മനസ്സിലാക്കേണ്ട കാര്യം, കടവും കാര്യങ്ങളൊക്കെ വെച്ച് ഹജ്ജിന് പോകരുത്. അത് ഒരു പരിധി വരെ പണ്ഡിതന്മാർ അതിന് മുതലവിടെ ഉണ്ടെങ്കിൽ, കാരണം ബിസിനസ് ഒക്കെ നടത്തുമ്പോ എല്ലാം വീട്ടിലൊന്നും പോകാൻ കഴിയൂല. ചില സാധനങ്ങൾ നമ്മള് കമ്പനിയിൽ നിന്ന് വരുത്തിച്ച് അത് വിറ്റ് തീർത്തിട്ട് കാശ് കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടാവും. സാധനം അവിടെ ഉണ്ടാവും, ലക്ഷങ്ങൾ ഉണ്ടാവും, പക്ഷെ അതിന് മുതലാടുള്ളതുകൊണ്ട് പേടിക്കേണ്ടിയില്ല. ഇതിനെ സംബന്ധിച്ചല്ല പറഞ്ഞിരിക്കുന്നത്, മറിച്ച് ആ കടം വീട്ടേണ്ട നിലയിലുള്ള കടങ്ങൾ വീട്ടുന്ന കാര്യം ശ്രദ്ധിക്കണമെന്നും എങ്കിലേ ഹജ്ജ് നിർബന്ധമുള്ളൂ എന്ന് പറഞ്ഞ വശമാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ ആ നിലക്ക് അക്കാര്യം. പിന്നെ നബി പറഞ്ഞിരിക്കുന്ന വശം എന്താ? പൊതുവന്നി മനാസിക്കും, എങ്ങനെയാണോ റസൂലുള്ളാഹി ഹജ്ജ് ചെയ്യാൻ പഠിപ്പിച്ച് അത് നിലക്കായിരിക്കണം. ഒരുപാട് തട്ടിപ്പുകൾ ഈ വിഷയത്തിൽ നടക്കുന്നുണ്ട്. അവിടെ അറക്കുന്നതിന്റെ അറുക്കാൻ യൗമുൻ നഹർ 10-ാം ദിവസം ദുൽഹിജ്ജ 10-നാണ് അറവ്. പക്ഷെ നേരത്തെ കാശ് വാങ്ങി അറുത്ത് ദുൽഹിജ്ജ 9 തന്നെ ഇവിടെ കൊണ്ടുകൊടുക്കുക. അങ്ങനെ തട്ടിപ്പ് നടത്തുന്ന ആൾക്കാരുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? ഈ നിലക്കുള്ള അതുപോലെ ബിദ്അത്തുകള് പല ഖബറുകളിലും കൊണ്ടുപോയി അല്ലാത്തവർക്ക് വേർപ്പിക്കുന്ന ഏർപ്പാടിൽ അത് നേതൃത്വം കൊടുക്കുന്ന ആൾക്കാരുണ്ട്. ഇനി ഇവിടുന്ന് പോകുമ്പോൾ തന്നെയും കാണാം, ഏതെങ്കിലും മഖാമിൽ പോയി അവിടെ ആ ഷെയ്ഖിനോട് ചോദിച്ച് പ്രാർത്ഥിച്ചത് ഹജ്ജിന് പോകുന്നുണ്ട്, യാത്രയൊക്കെ എളുപ്പമാകാൻ ഷെയ്ഖെ സഹായിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് മഖാമിൽ പോവുക. ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഹജ്ജിന്റെ കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട് പരിശോധിച്ചാൽ ബിദ്അത്താണ്, ശിർക്കാണ്.
ഖുദൂ അന്നി മനാസികക്കും, എങ്ങനെയാണോ ഹജ്ജ് നബിയിൽ നിന്ന് സ്വീകരിച്ചത് പഠിച്ചത് ആ നിലക്ക് തന്നെ ആയിരിക്കണം നബി പഠിപ്പിച്ചതുപോലെ. പ്രാർത്ഥന ഹജ്ജാജിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു കാര്യമാണ്. അയാൾ ഈ ഇവിടുത്തെ കാര്യങ്ങളിൽ ടെൻഷൻ അടിക്കണ്ട. കാരണം ഈ ദിമ്മത്തില്ല, അള്ളാന്റെ ഒരു സംരക്ഷണത്തിലാണ് അയാൾ പുറപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നിരന്തരമായ പ്രാർത്ഥന ആദ്യം മുതൽ അവസാനം വരെ. പ്രത്യേകിച്ച് നിങ്ങൾ ചിന്തിച്ചു, അറഫയെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ ഒരു വല്ലാത്ത അനുഭൂതിയാണ്. നിരവധി മനുഷ്യർ ഒരേ സമയത്ത് പൊട്ടി കരഞ്ഞുകൊണ്ട് അവരുടെ വിഷയങ്ങൾ അള്ളാഹിന്റെ മുമ്പിൽ സമർപ്പിക്കുന്ന രംഗം കാണുമ്പോൾ ഒരു വിശ്വാസി ഏത് നിലക്കും അയാൾക്ക് ഒരാത്മനിർവൃതിയും അതുപോലെ തന്നെ ഈമാനികമായ ശക്തിയും നേടിയെടുക്കാൻ കഴിയും. അങ്ങനെയൊക്കെയാണെങ്കിൽ ഇതൊന്നും ചെയ്യാതെ മരിച്ചു പോകുന്ന ആൾക്കാരുടെ സ്ഥിതി എന്താ? ഇബ്രാഹിം ചരിത്രത്തിലേക്ക് വന്നാൽ അവരൊറ്റ പോയിന്റ് കൂടി നമുക്ക് മനസ്സിലാക്കാം. ഇബ്രാഹിം ബനീഹി വയഅഖൂബു യാ ബനിയ ഇന്നല്ലാഹ അസ്തഫാ ലക്കുമുദ്ദീൻ വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. എന്താണ് നമുക്ക് വസിയത്ത് ചെയ്യാനുള്ളത്? മക്കളെ, എന്റെ ബിസിനസ് ഞാനും ഇന്ന ആളുമായിട്ടാണ്, അത് പകുതിയാണ്, ഇത് നിങ്ങൾ എടുത്തോളി. അത് മറ്റേ ഭാഗം ഇന്ന മോനാണ്, അതൊക്കെ ന്യായമാണ്, ശരിയാ. പക്ഷേ ഇതൊന്നുമല്ല പ്രശ്നം. ഏറ്റവും പ്രധാനപ്പെട്ടത് ഹജ്ജിന് പോവുകയാണെങ്കിലും അല്ലാത്ത ഘട്ടത്തിലാണെങ്കിലും മക്കളെ, നിങ്ങൾക്ക് അല്ലാഹ് ദീൻ തെരഞ്ഞെടുത്തിരിക്കുന്നു മക്കളെ. അതനുസരിച്ച് നിങ്ങൾ ജീവിക്കണം. മരണം എപ്പോൾ വരുമെന്നറിയില്ല മക്കളെ. എന്ന നിലക്ക് സ്വന്തം മക്കളെ വസിയത്ത് ചെയ്യുക നമ്മളും മനസ്സിലാക്കുക. കാരണം എപ്പോഴാ ആ മരണം നമ്മളുടെ മുമ്പിലെത്തുക എന്ന് പറയാൻ പറ്റൂല. എത്ര ആളുകൾ ഓരോ ദിവസവും പലതരത്തിലുള്ള മരണങ്ങളിൽ അഭിമുഖീകരിക്കേണ്ടി വരുന്നുണ്ട്. വളരെ പ്രതീക്ഷയോടുകൂടി വീട്ടിൽ നിന്നിറങ്ങുന്ന ആളുകള്, ഞാൻ ഇപ്പം വരാ എന്ന് പറഞ്ഞ് പോകുന്ന ആളുകള്, മക്കളോട് ഇതാ വൈകുന്നേരം ആകുമ്പോഴേക്ക് വാപ്പ എത്തുമെന്ന് പറഞ്ഞിട്ട് മയ്യത്ത് വീട്ടിലെത്തുന്ന സാഹചര്യം, കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം അത് വായിൽ ഇറക്കി തീരുന്നതിന്റെ മുമ്പ് മരണപ്പെട്ടു പോകുന്ന, ഒരു ചെറിയ ടെസ്റ്റിന് പോയി അത് പരിശോധിച്ചപ്പം ആകെ ബേജാറായി. അത് കൃത്യമായും ഭയാനകമായ രോഗത്തിന്റെ ലക്ഷണമെന്ന് മനസ്സിലായി 3 ദിവസം കൊണ്ട് മരണപ്പെട്ടു പോകുന്ന ആളുകൾ, ഒന്നാമത്തെ ടെസ്റ്റിന് തന്നെ പരാജയപ്പെട്ട് മരിക്കുന്ന ആളുകൾ, എത്ര സംഭവങ്ങള്. അതുകൊണ്ട് നിർബന്ധമായ ഹജ്ജ് ഉണ്ടെങ്കിൽ നീട്ടിവെക്കാതെ, സാഹചര്യങ്ങൾ മാറിപ്പോകാതെ, കഴിഞ്ഞ ആഴ്ച ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്, മാറിപ്പോകുന്നതിന്റെ മുമ്പ് ആ കാര്യത്തിൽ നമ്മൾ വ്യാപൃതരാവുക. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മുഅ്മിനുകളായ ആളുകൾ ഹജ്ജിന് പോകുന്നതിന്റെ മുമ്പേയും ഹജ്ജിന് പോകുന്നവരല്ലാത്തവരുമൊക്കെ ശ്രദ്ധിക്കേണ്ടതായി ഇബ്രാഹിം നബിയുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കി പ്രവാചകൻ എന്ന നിലക്കുള്ള നിർദ്ദേശങ്ങളും കാര്യങ്ങളും നമുക്ക് കാണാൻ കഴിയും. മറ്റൊന്ന് അനാചാരമായി സദ്യയാണ്. ഹജ്ജിന് പോകുമ്പോൾ കല്യാണാക്കി മാറ്റുക. എന്തൊക്കെ ഏർപ്പാടുകൾ ആളുകൾ ചെയ്തു കൂട്ടുന്നത്. ഏതെങ്കിലും വീട്ടിലെ ജ്യേഷ്ഠനോ അച്ഛനോ ആങ്ങളോ പെങ്ങളോ മക്കളോ സ്വന്തം വീട്ടിൽ വരുന്നതിനെ പറ്റിയൊന്നും അല്ല പറയുന്നത്. നിങ്ങൾക്കത് മനസ്സിലാവും. അത് എന്നിട്ട് ഒരു പ്രത്യേകമായ ഹജ്ജാജികൾ ഉപയോഗിക്കുന്ന ഇഹ്റാം വസ്ത്രമൊക്കെ ധരിപ്പിച്ച് എന്നിട്ട് ഒരു ഉസ്താദിനെ കൊണ്ടുവന്ന് അവിടെ ദുആ ദുആ സമ്മേളനം വരെ ഹജ്ജ് സമ്മേളനം സമ്മേളനാക്കി മാറ്റി. അതുപോലെ ആയിരക്കണക്കിന് ആൾക്കാരെ വിളിച്ച് പല ദിവസങ്ങളിലായി ടൈം കൊടുത്ത് അവരെ സൽക്കരിച്ച് ആ നിലക്ക് വളരെ മോശപ്പെട്ട, മനസ്സിലായോ, സമ്പ്രദായത്തിലേക്ക് ഇങ്ങനെയാണ് ഈ വേണ്ടാത്ത കാര്യങ്ങൾ ഇബ്ലീസ് നമ്മളെ മനസ്സ് തോന്നിപ്പിക്കലുണ്ടായിത്തീരല്ലോ. അല്ലാതെ ഏതെങ്കിലും ആൾക്കാർ വീട്ടിൽ വന്നവർക്ക് എന്തെങ്കിലും ഭക്ഷണമോ അല്ലെ ചായ നമ്മളെ കുടുംബക്കാർ വരുമ്പോൾ എല്ലാവരും യാത്രക്കാർ വരുമ്പോൾ സമയത്ത് ആ ലാസ്റ്റ് സമയത്ത് ആ കൊടുക്കുന്ന ഒരു വിഷയത്തെ പറ്റിയൊന്നും അല്ല സൂചിപ്പിച്ചത്. യഥാർത്ഥത്തിൽ ആളുകളെ കാണുകയും പറയുകയും ചെയ്യേണ്ടത്, ഞാൻ ഹജ്ജിന് പോകുന്നതിന് പലതിന്റെ പൊരുത്തപ്പെടണം, സാമ്പത്തികമായ ഇടപാടുകൾ തീർക്കണം, ഈ നിലക്കുള്ള വശങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് യാത്ര ചോദിക്കുക. ഒരു പ്രാർത്ഥന ഉണ്ട്, അതുപോലെ യാത്ര പോകുന്ന ഹജ്ജാജിക്ക് അറിയില്ല, മറ്റൊരു അറിയില്ല. ആ പ്രാർത്ഥന നമ്മൾ ആരാണോ ഹജ്ജിന് പോകുന്ന ആൾക്ക് പറയണം. മറ്റേ ആൾക്ക് 10 ക്ലാസ്സിനായാലും പോയിട്ടുണ്ടാവും, ഇരുന്ന് മണിക്കൂറുകൾക്ക് ഹജ്ജിന്റെ ക്ലാസ്സിൽ പോയിട്ടുണ്ടാവും. പക്ഷേ അസ്തൗദിഉക്കുമുല്ലാഹ ദീനക്കും അസ്തൗദിഉക്കുമുല്ലാഹ അല്ലദീ ലാ തളിഉ വദാഇഹു, ഈ പ്രാർത്ഥന ഹജ്ജാജി പോണ ആൾ പറയണം.
ഏത് യാത്രക്കാരനും അറിഞ്ഞൂടാ, അതറിയില്ല. ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഒക്കെ ചെയ്യുകയും ആവശ്യമുള്ളത് മറന്നു പോവുകയും ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന രൂപത്തിലാകരുത് എന്ന വശം സൂചിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് ഹജ്ജിന് പോയി വന്ന ആൾക്കാരുടെ ഹജ്ജുകളെല്ലാം പൂർണ്ണമായി മഖ്ബൂലും മബ്റൂറുമായി സ്വീകരിക്കുമാറാകട്ടെ. പോകാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ അല്ലാഹു അവർക്ക് അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه. اللهم صل على محمد وعلى آل محمد. أيها الناس أوصيكم ثانيا وإياي بتقوى الله. ബഹുമാന്യ മുഅ്മിനുകൾ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുന്നത്. നമ്മുടെ രാജ്യം കടന്നു പോകുന്നത് ചില സംഘർഷഭരിതമായ സാഹചര്യത്തിലൂടെയാണ് എന്ന് നമുക്കറിയാം. നമ്മുടേതാണ് ഇന്ത്യ. ഒരുപാട് മതത്തിൻ്റെ ആൾക്കാർ, നിരീശ്വരവാദികളൊക്കെ ജീവിക്കുന്ന രാജ്യമാണ് നമ്മുടെ രാജ്യം. എന്നാൽ പലതരത്തിലുള്ള അഭ്യൂഹങ്ങളും ശത്രുക്കളും പ്രചരിപ്പിക്കും. ഇവരുടെ ലക്ഷ്യം നമ്മളാണ്, മുസ്ലിംകളെയാണ് ലക്ഷ്യമിടുന്നത്. അപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, പർദ്ദധാരിണികളായ കുറേ ആണുങ്ങളെ പിടികൂടി. പാകിസ്ഥാൻ സിന്ദാബാദാണ് വിളിച്ചത്, മനസ്സിലായില്ലേ? അവർ ശിക്ഷ ഉണ്ടോ അല്ലേ എന്നത് വേറെ കാര്യം. നിലപാടുകളാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ ഈ പഹൽഗാം വിഷയവുമായി ബന്ധപ്പെട്ട് സംഘർഷം ഉണ്ടാക്കാൻ വേണ്ടി അത് മുസ്ലിംകൾ അങ്ങനെയാണ്, ഇസ്ലാം അങ്ങനെയാണ്. ഈ മൂന്ന് പ്രചരണങ്ങളും അതിശക്തമായി നടക്കുകയും ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും അന്യവൽക്കരിച്ചുകൊണ്ട് പരസ്പരം സംഘർഷം ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരുപാട് പോസ്റ്റുകൾ, ഒരുപാട് പ്രചരണങ്ങൾ ഇത് നമുക്കെതിരെ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. വർഗീയ കലാപമാണ് ഇത്തരക്കാരായ ആളുകൾക്ക് ഇതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം എന്നതിൽ യാതൊരു സംശയവുമില്ല. ഹിന്ദു മുസ്ലിം സംഘർഷമുണ്ടാക്കുക, മുസ്ലിങ്ങളെ അന്യവൽക്കരിക്കുക, ഇത് കരുതിക്കൂട്ടിയുള്ള പരിപാടികളാണ്. ഇത് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണമെന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലുള്ള വർഗീയവാദവും ഇസ്ലാം അനുവദിക്കുന്നില്ല. എല്ലാവർക്കും ലക്കും ദീനുക്കും വലിയത്. എല്ലാ മതക്കാരും ജീവിക്കണം ഇസ്ലാമിക രാജ്യത്ത്, മുസ്ലിങ്ങളുള്ള സ്ഥലത്ത് എന്നതാണ് ഇസ്ലാമിന്റെ തിയറി. നബിയുടെ കാലത്തും ഉമർലാന്റെ കാലഘട്ടം എല്ലാവർക്കും ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. അതാണ് ഇസ്ലാമിന്റെ തിയറി എന്നത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ രാഷ്ട്രം ഹുബ്ബുൽ വതൻ മിനൽ ഈമാൻ, വിശ്വാസത്തിന്റെ ഭാഗമാണ് സ്വന്തം രാജ്യത്തെ സ്നേഹിക്കുക എന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ രാജ്യത്തെ സ്നേഹിച്ചേ മതിയാകും. ശത്രുക്കളുടെ അല്ലെങ്കിൽ അക്രമകാരികളോ വർഗീയവാദികളോ ആയ ആളുകൾ ഒരു നിലക്കും നമുക്ക് പ്രോത്സാഹിപ്പിച്ചുകൂടാ. അത് നമ്മുടെ ഭാഗത്ത് ഉണ്ടാകുകയും ചെയ്യരുത്. നമ്മളുടെ ഒരു പോസ്റ്റ് കൊണ്ടോ നമ്മളുടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വേണ്ടാത്ത വാചകങ്ങൾ കൊണ്ടോ നമുക്കെതിരെയോ ഇസ്ലാമിനെതിരെയോ മുസ്ലിങ്ങൾക്കെതിരെയോ ശത്രുക്കൾക്ക് ഒരു ആയുധം കിട്ടുന്ന സാഹചര്യം വാട്സാപ്പും ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമൊക്കെ ഉപയോഗിക്കുന്ന ആളുകളിൽ നിന്ന് ഉണ്ടാകരുത് എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മളുടെ രാജ്യത്ത് സമാധാനം നിലനിൽക്കുകയും അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, ഇസ്ലാമിന്റെ വശം അതാണ് എന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ നാട്ടിൽ നിർഭയത്വത്തോടുകൂടി നമുക്ക് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യവും സമാധാനവും അല്ലാഹു നിലനിർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ശത്രുക്കളുടെ എല്ലാവിധത്തിലുള്ള കുതന്ത്രങ്ങളെയും കാരുണ്യവാനായ റബ്ബ് പരാജയപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ചിലരുണ്ട്. നമ്മളുടെ ഇർഷാദിന്റെ കമ്മിറ്റിയിലുള്ള ഒരു സഹോദരൻ, അള്ളാഹു അദ്ദേഹത്തിന് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ ക്യാൻസർ ബാധിതനായ ഒരാൾ പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു അദ്ദേഹത്തിനും ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സകലവിധ പ്രയാസങ്ങളിൽ നിന്നും കാരുണ്യവാനായ റബ്ബ് നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. സാന്ദർഭികമായി മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഇൻഷാ അല്ലാഹ് നമസ്കാരത്തിന് ശേഷം പള്ളി നിർമ്മാണ കളക്ഷൻ കേരളത്തിലെ മുഴുവൻ പ്രദേശങ്ങളിലേക്കും നമ്മളുടെ 2 റുപ്പികയുടെ തുട്ടെങ്കിലും 1 റുപ്പികയെങ്കിലും എത്തിച്ചു കൊടുത്തുകൊണ്ട് നമ്മൾ പള്ളി പരിപാലനത്തിനും പള്ളിയുടെ പുതിയ പള്ളി കാര്യങ്ങൾക്ക് മെയിൻ്റനൻസ് അല്ലാത്തതിനൊക്കെ തന്നെ ചെലവഴിക്കുന്ന മാസാന്തം എടുക്കാറുള്ള കേന്ദ്രമിൻ്റെ പള്ളി നിർമ്മാണ കളക്ഷൻ, അതിൽ നമ്മളൊക്കെ സഹകരിക്കുക, കഴിവിൻ്റെ പരമാവധി അതിൽ പങ്കാളികളാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെല്ലാമുള്ള തൗഫീഖ്
നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا آمنا فاغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم.